നമസ്കാരം, ഞാൻ ഷെഫ് സജിത്. നമ്മൾ ഒരുപാട് പേരുടെ സംശയമാണ് നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് എങ്ങനെയാണ് ചില്ലറിൽ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ വീട്ടിൽ ചില്ലറായിക്കോട്ടെ എങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ള ഒരുപാട് പേരുടെ സംശയമാണ് അല്ലേ. നമ്മൾ കുക്ക് ചെയ്ത് എപ്പോഴും ഫുഡ് നമ്മളത് തണുപ്പിക്കണം എന്ത് ചെയ്യണം? ഒന്നുകിൽ നമ്മൾ അതിനെ ഐസ് ബാത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഹോട്ടലുകളിലാണെങ്കിൽ അതിന് ബ്ലാസ്റ്റിംഗ് ചില്ലർ എന്ന് പറയുന്ന ചില്ലറുണ്ട്, അതിലിട്ട് ഇതിനെ തണുപ്പിക്കണം. ബ്ലാസ്റ്റിംഗ് ചില്ലറിന്റെ ടെമ്പറേച്ചർ എപ്പോഴും വരുന്ന ഒരു 3 to 5 ആയിരിക്കും. 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിനെ തണുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഐസ് ബാത്ത് ചെയ്യുക. ഈ രണ്ട് വേയിലൂടെ കൂടിയായിരിക്കും മാക്സിമം ഫുഡുകൾ നമ്മൾ തണുപ്പിച്ച് ഫുഡ് ചില്ലറിലേക്ക് വെക്കേണ്ടത്. ഫുഡ് ചില്ലറിൽ ഫുഡ് വെക്കുമ്പോൾ അതിന് മാക്സിമം നമ്മൾ ടാഗ് ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ഫുഡാണോ അതിൻ്റെ പേര് എഴുതുക, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ എന്നാണ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്ത ഡേറ്റ് അത് സഹിതം നമ്മൾ ചെയ്യുക. ഏകദേശം ഫുഡ് ചില്ലറിലൊക്കെ ഫുഡ് കീപ്പ് ചെയ്യേണ്ട ടൈം പറയുന്നത് 72 hours ആണ്. അതുമാത്രമല്ല, നമ്മൾ ഫുഡ് ചില്ലർ കീപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഫുഡ് വെക്കുമ്പോൾ റെഡി ടു ഈറ്റ് ആണ് ഏറ്റവും ടോപ്പിൽ വെക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഫുഡുകളാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വെക്കുന്നത്. അതിനുശേഷം വെക്കുന്നത് നമ്മൾ കുക്ക്ഡ് ഫുഡുകളാണ്. കുക്ക്ഡ് ഫുഡ് അറിയാം, നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ, ഇത് രണ്ടും സെപ്പറേറ്റ്